ഇത് നോക്കിയേ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഓ മൈ ഗോഡ്, ഈശ്വര, ഇങ്ങനെ ബൾജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഭാഗ്യമാണ് കേട്ടോ. ഈ ബാറ്ററി എങ്ങാനും പൊട്ടിത്തെറിച്ചിട്ട് മനുഷ്യന്റെ അട്ടപ്പ തെറിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മൊത്തം ആളെ പോലും മനസ്സിലാവാൻ പറ്റാത്ത കോലത്തിൽ ഞാനായിരുന്നെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. ഭാഗ്യമുണ്ട് കേട്ടോ. പല ആൾക്കാരും ഇത് പൊട്ടിത്തെറിച്ചിട്ട് ICUലൊക്കെയാണ് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്നത് അല്ലെ, സോഷ്യൽ മീഡിയയിൽ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു, ചാർജർ സ്ഥാനം എടുത്തിട്ട് കുത്തുമായിരുന്നു. ഇതേണ്ട് ഉലുവ ഉണ്ടോന്ന് തരയാൻ വേണ്ടി നോക്കിയതാ, കയ്യിൽ നിന്ന് സാധനമാണ് പോയി. എന്താ സംഭവം നോക്കി, മസാലയുടെ ടിന്നാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഡേ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ദോശ പരിപാടിയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ചെറുപയർ ദോശ, അരിദോശ, ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് കൂടി ഉണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തീർക്കട്ടെ. അമ്മയ്ക്കുള്ള ദോശ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണു. കാപ്പി ഇതാ തിളയ്ക്കാൻ പോകണു. നിങ്ങളെ ദോശ പിടിക്കൂ, കാപ്പി ഇപ്പം തരട്ടാ. ചപ്പാത്തി ഉണ്ട്, അത് കഴിഞ്ഞില്ലേ? ഓ ദേ 1 2 3 ഉണ്ടല്ലോ. അപ്പോ ഇനിയിപ്പോ ദോശ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കിത് മതി, ആൾക്ക് വേണ്ട. എനിക്കിനിപ്പോ വേണോ? ചപ്പാത്തി വെച്ചാ പോരെ? എന്റെ ദോശ ഇതാ അറിയാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തി ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ചപ്പാത്തി തരട്ടെന്നു, ഒരെണ്ണം 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 ഒരു കാപ്പി മുക്കി കഴിച്ചോ? ഞാൻ എൻ്റെ ദോശ കഴിക്കാൻ പോകട്ടെ. ചപ്പാത്തി ഉണ്ട്, 1 2 അതും ഉണ്ട്, 2 ദോശ അതുണ്ട്, ധാരാളം. അമ്മ പപ്പായ കൊണ്ടുവന്ന് തന്നിരിക്കുക. ഞാൻ നമ്മുടെ പുതിയ വീഡിയോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഞാൻ വന്നിട്ട് കട്ട് ചെയ്യായിരുന്നല്ലോ. അത് കഴുകിയായിരുന്നോ? കഴുകിയോ? ആ, ഞാനും കുറേ ദിവസമായി കണ്ടിട്ടേ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കും. വാക്കുട്ടീനെ കാണണമെങ്കിൽ അപ്പം നമുക്ക് ഇതല്ലേ പാകമുള്ളൊരു വഴിയുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. പുത്തിരിക്കല്ലോ അവള് വർത്തമാനം പറയണേ. എല്ലാം അറിയാം ചോദിച്ചാനെ. ഈ സാധനേ ശരിക്കും നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല പഴുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇപ്പൊ. നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്, നല്ല മധുരമുണ്ട് ഇപ്പൊ. അത് അന്ന് അത്ര ഉണ്ടായിരുന്നില്ല, കരിമ്പുഴക്കായിട്ട് കിടക്കുകയായിരുന്നു. ഇന്ന് നല്ല മധുരമാണ് ഇപ്പൊ. അതെന്താ കിട്ടാത്ത? എന്നെ വിളിച്ചാല് അമ്മയുടെ ഫോണിൽ നിന്ന് ഇപ്പൊ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ടവർ കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്, പൈസ അതിനകത്തുണ്ട്. 1 വർഷത്തേക്കുള്ളത് ഒന്നിച്ചിട്ട് പേ ചെയ്യലാണ് അമ്മയുടെ ഫോണിൽ മാത്രം. കാരണം ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പൈസ അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് കരുതി 1 വർഷത്തേക്ക് ഫുള്ളായിട്ട് റീചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ആണെങ്കിൽ തന്നെ പറയണമല്ലോ, ഇത് എന്തുകൊണ്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ പൈസ കഴിഞ്ഞു, റീചാർജ് ചെയ്യുമെന്ന് പറയണമല്ലോ. ഒന്നും പറയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? നമുക്കിപ്പോൾ ഒരു അർജൻറ്റാണ്, ഒരു എമർജൻസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് വോഡഫോണും ഐഡിയൻ്റെയും കൂടി ചേർന്നിട്ടുള്ളൊരു പരിപാടിയില്ലേ, അവരുടെ സിമ്മാണ്. ഇതിപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഫോൺ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ എത്ര ഡേഞ്ചറാണെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ രാത്രിയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അത്യാവശ്യം ഉണ്ടാവുക. ആ സമയത്ത് ഫോൺ വിളിച്ചാൽ കിട്ടണ്ടേ? എങ്ങനെ ഇങ്ങനെയുള്ള നെറ്റ്വർക്കിനൊക്കെ വിശ്വസിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. നമുക്ക് വല്ലതും തിന്നല്ലേ? ഉണ്ടാക്കുക. അപ്പം എന്താ ചോറില്ലേ? ഇല്ലേ, ഞാൻ വെച്ചിട്ടില്ല, എനിക്ക് വയ്യ വെക്കാനേ. ചോറ് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ചോറ് വെച്ചിട്ടില്ല, അനക്ക് വേലയുണ്ട്, പിന്നെന്ത് ചെയ്യാനാ? ദോശ ഉണ്ടാക്കിക്കോട്ടെ. അപ്പം എന്താ ചെയ്യാ? അങ്ങനെ 2 മണി അവരായി. നട്ടുച്ചയ്ക്ക് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പരിപാടി. വാക്കുട്ടി അമ്മ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കി തിന്നുക. അതന്നെ എല്ലാ അപ്പം എന്താ ചെയ്യാ? ചോറിക്ക് വയ്ക്കാൻ വയ്യേ, അതുകൊണ്ട് ഞാൻ വയ്ക്കാത്ത. ഇപ്പൊ വെക്കാൻ വേഗിച്ചാലും ഇപ്പൊ 2 പേർക്കും വേണ്ടിയിട്ട് എന്തിനാ? 2 ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങ് കഴിയും. ഇതിനു വേണ്ടി നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ടിട്ട് ചോറൊക്കെ ഉണ്ടാക്കി 1000 മുകളിൽ എന്തൊക്കെ വേണം? ചോറിന് ഉപ്പേരി വേണം, അത് വേണം, ഇത് വേണം, മറ്റത് വേണം. ഇതൊരു ചമ്മന്തിയോ ഒരു കറിയോ തൽക്കാലം ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതെന്താണ്? ഈ പരന്നമ്മന്റെ ഒരു സാധനമല്ലേ എനിക്ക്? അമരക്ക. ഇതാണ് അമരക്ക. അമരക്കയും പിന്നെന്തോ സാമ്പാറും അല്ലേ? മതി. 2:15 നമ്മുടെ സാപ്പാട് ടൈം എന്ന് പറയുമ്പോൾ പിന്നെ ചോറും ഇല്ല സാപ്പാടിന്. ദോശയും ഓംലേറ്റും ഉണ്ട്, പിന്നെ നമുക്ക് കോവക്കയുടെ ഉപ്പേരി ഉണ്ട്, പിന്നെ നമുക്ക് സാമ്പാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അമ്മ കഴിച്ച ഏകദേശം തീരാറായി. ഞാനിപ്പോഴാണ്
ഉണ്ടാക്കി കഴിഞ്ഞത്. ഇനി കഴിക്കാൻ നോക്കട്ടെ, വിശന്ന് കുടല് കരിയണു. ഇത് നോക്കിയേ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ ഫോണ് പൊട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഫോണ് പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇത് പൊട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം ഈ ടേബിളിൻ്റെ മുകളിൽ നിന്ന് എടുക്കാറില്ല, യൂസ് ചെയ്യാറില്ല. ഒന്ന് തുറന്നു നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. നോക്കട്ടെ, ഇത് നോക്കി. ഓ മൈ ഗോഡ്, ഇത് നോക്കാം. ഈശ്വര, ഇങ്ങനെ ബൾജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പൊട്ടിത്തെറിക്കുന്നല്ലേ പറയാ. അതിൻ്റെ വണ്ണം നോക്കിയേ. അതായത് ഇതിന് ആകെ എത്രയേ ഉള്ളൂ വണ്ണം. ഈ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലേ. ഈ സാധനമാണ്. ഈ സാധനത്തിൻ്റെ ഇപ്പോഴത്തെ വണ്ണം നോക്കിയത് ഇപ്പോൾ കണ്ടോ, നടുവിൽ നോക്കിയേ കണ്ടോ, വണ്ണം വെച്ചിട്ട് വീർത്തിരിക്കുകയാണ് കണ്ടോ. ഒരു തലയണ പോലെ ഉണ്ട് ഇപ്പോൾ ഈ സാധനം. ഈ സാധനം ഇനി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് എൻ്റെ കമ്പ്യൂട്ടർ മൊത്തം നാശമാവും. ഗോഡ്, ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചത് നന്നായി. ഇതൊക്കെ കേട്ടോ, ഒരു തലയണയുടെ വലിപ്പത്തിലായി. പൊട്ടിത്തെറിക്കാത്തത് ഭാഗ്യം. ഇപ്പം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാറ്ററി മാറ്റണം. ഇന്ന് മൊത്തത്തിൽ ഫോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ കിട്ടുന്നില്ല. എൻ്റെ ഫോണിൻ്റെ അവസ്ഥ അതേണ്ട ഈ അവസ്ഥയിലാണ് ഇപ്പോൾ. വീർത്തിരിക്കുന്ന തലയണ പോലെ ഇരിക്കുന്ന ബാറ്ററി. ഇപ്പോൾ ഫോണിൻ്റെ ബാറ്ററി മാറ്റണം. ഇതിപ്പോൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫോണെന്ന് പറയാൻ പറ്റില്ല. ഒരു സിമ്മ്, ആ സിമ്മിന് ജീവൻ ഉണ്ടാവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്ന്, അത്രേ ഉള്ളൂ. വെളി തൊളി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഈ ഫോണിനകത്ത്. അതുകൊണ്ട് അർജൻറ്റായിട്ട് മാറ്റേണ്ട കാര്യമില്ല, പക്ഷെ മാറ്റണം. ഫോണ് പരമായിട്ട് ദുരന്തമാണ്, ദുരന്തം. ഇത് എന്ത് പറ്റിയാവോ, ഈ മാസം മൊത്തം ഫോണിന് പണി കിട്ടുകയാണല്ലോ. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ആണോ ഇപ്പോൾ ഫോണിൻ്റെ ആണോ എന്ന് എനിക്കും അറിയില്ല കേട്ടോ. വിളിച്ചിട്ട് കിട്ടില്ല എന്ന് അത് മാത്രമേ ഇപ്പം എനിക്ക് അറിയുള്ളൂ. തലവേദന എന്ന് പറഞ്ഞാൽ തലവേദനയാണ്. സത്യത്തിൽ ഭാഗ്യമാണ് കേട്ടോ. ഈ ബാറ്ററി എങ്ങാനും പൊട്ടിത്തെറിച്ചിട്ട് മനുഷ്യൻ്റെ അട്ടപ്പ തെറിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. സീരിയസ്ലി, ഈ സാധനം വെറുത്ത ബാറ്ററി ആണെങ്കിൽ പൊട്ടിത്തെറിക്കില്ലേ. ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ് എപ്പോഴും വെക്കാറ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ട് മൊത്തം ആളെ പോലും മനസ്സിലാവാൻ പറ്റാത്ത കോലത്തിൽ ഞാനായിരുന്നെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. ഭാഗ്യമുണ്ട് കേട്ടോ, നേരത്തെ കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട്. അതങ്ങനെ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ തീർന്നേനെ. പല ആൾക്കാരും ഇത് പൊട്ടിത്തെറിച്ചിട്ട് ICUലൊക്കെയാണ് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്നത് അല്ലേ, സോഷ്യൽ മീഡിയയിൽ. അയ്യോ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു. ചാർജർ സ്ഥാനം എടുത്തിട്ട് കുത്തുമായിരുന്നു. ഇതേണ്ട് ചാർജർ എടുത്തിട്ട് കുത്താൻ പോവുമായിരുന്നു സാധനം. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഏകദേശം ഇപ്പോൾ വൈകുന്നേരം ഒരു 5-5:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാവക്കുട്ടിയുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാരണം 6 വയസ്സായിട്ടുണ്ട്. 6 വയസ്സാകുമ്പോൾ ആളുടെ രൂപത്തിലൊക്കെ മാറ്റം വരുമല്ലോ. 3 വയസ്സിലായിരുന്നു ആധാർ കാർഡ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ നാട്ടിലത്തെ അക്ഷയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് അന്വേഷിക്കണം. ജനസേവാ മയ്യം അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. 7:23 ആയപ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഒരു ചെറിയ ഷോപ്പിങ്ങും കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ അത് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കലാണ് നമ്മുടെ പണി. സാധനങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. നിങ്ങൾക്കുള്ള ശർക്കര എല്ലാം ഉണ്ട്. 7:45 ഇപ്പോൾ ഇതാ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ചെറുപയർ ദോശ ഉണ്ടാക്കി, സാമ്പാറുണ്ട്, അമരയ്ക്ക ഉപ്പേരി ഉണ്ട്. ഉലുവ ഉണ്ടോയെന്ന് തരാൻ വേണ്ടി നോക്കിയതാ, കയ്യിൽ നിന്ന് സാധനമാണ് പോയി. എന്താ സംഭവം നോക്കി, മസാലയുടെ ടിന്നാണ്. അതിനകത്ത് ഉള്ള സാധനങ്ങൾ മൊത്തം താഴ്ത്ത് വീണു, ഒന്നുപോലും മിസ്സായിട്ടില്ല. കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും താഴെ വീണ് പോയി. കണ്ടില്ലേ, എല്ലാം കമന്നടിച്ചിട്ടാണ് വീണത്. ഇനിയിപ്പോൾ ഇത് എടുക്കാനൊന്നും കിട്ടില്ല. കണ്ടില്ലേ, ഇനി എല്ലാം വെച്ചിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പുഴുക്കുത്ത് വരണം എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഈ നടന്നത്. കണ്ടില്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തട്ടി പറഞ്ഞു പോകേണ്ട കാര്യം. നമ്മൾ വേണമെന്ന് എഴുതിയിട്ടല്ല ഇപ്പം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ. ഓ, നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വീഴാറില്ലാത്തതാണ്. ഇപ്പം എന്തായാലും പോട്ടെ. ഇപ്പോൾ അതാ ഡിന്നർ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.